അരുൺ, തുടക്കം മുതൽ ഈ തിരച്ചിലിന്റെ തുടക്കം മുതൽ നമ്മൾ പലവട്ടം കാലാവസ്ഥ വെല്ലുവിളിയാകുന്നത് കണ്ടതാണ്. ഇന്ന് രാവിലെയും മഴയുടെ ഒരു സാഹചര്യം തന്നെയാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു അല്ലേ? മഴ രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. ശക്തമായ മഴ മുന്നറിയിപ്പ് ഇതിനകം നൽകിയിട്ടുമുണ്ട്. മഴ ഇപ്പോഴും ആ രീതിയിൽ തന്നെ ഇവിടെ പെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു തടസ്സമാണ്. പക്ഷേ തടസ്സമൊക്കെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രക്ഷാപ്രവർത്തനം, അതായത് 3 ദിവസമായി രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. ഇന്ന് കുറച്ചുകൂടി അനുകൂല സാഹചര്യം, ഈ പാലമടക്കം വന്നതുകൊണ്ട് അനുകൂല സാഹചര്യം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എങ്കിലും ഈ മഴ ഇതേ രീതിയിൽ തുടർന്ന് അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ അതിന് ചെറിയ തടസ്സം, വേഗക്കുറവുണ്ടാകുമെന്നത് വസ്തുതയാണ്. കാരണം ചെളിയാണ് ഇതിന്റെ മുണ്ടക്ക്, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും വലിയ ചെളിയായിരുന്നു. പക്ഷെ കുറേയൊക്കെ ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ചെളി മാറ്റിയിട്ടുണ്ട്. പക്ഷേ മുകളിലേക്ക് ചെല്ലുന്തോറും അതല്ല സ്ഥിതി. വലിയ രീതിയിലുള്ള ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. വീടുകൾ മറ്റും തകരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ മറ്റേ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഭാഗമായുള്ള മാലിന്യങ്ങൾ അവിടെ ഉണ്ട്. കുപ്പിക്കഷ്ണങ്ങളും ഗ്ലാസുകളും പോലുള്ളവ പൊട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ഓരോ ഇഞ്ചും വളരെ സൂക്ഷിച്ച് മാത്രം മുന്നേറാൻ കഴിയുന്ന, നടക്കാൻ പോലും കഴിയുന്ന പ്രദേശമാണ്. അത്തരത്തിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഉണ്ടാകും. എങ്കിലും അതെല്ലാം മറികടന്നുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയേ കഴിയൂ. കാരണം അനിശ്ചിതമായി അത് നീണ്ടു പോകാൻ കഴിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടെത്തണം, അവരെ യഥാവിധി സംസ്കരിക്കണം. അത് അവരോടുള്ള ഒരു ബഹുമാനം എന്നത് ഒരു പ്രധാന കാരണമാണ്. അതിനപ്പുറത്തേക്ക് അധികം ഇങ്ങനെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുകയും എവിടെയെങ്കിലുമൊക്കെ കിടക്കുകയും ചെയ്താൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത്, ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നു, ഇനി ആ ദുരന്തത്തിന്റെ തുടർച്ച, ആരോഗ്യപരമായ കാര്യങ്ങളിൽ തുടർച്ച ഉണ്ടാകാൻ പാടില്ല. വലിയ രീതിയിലുള്ള ജാഗ്രത അക്കാര്യത്തിൽ ഉണ്ടാകണം. ആരോഗ്യവകുപ്പ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രതിരോധ മരുന്നുകൾ കഴിക്കണം. അങ്ങനെ ആകുമ്പോൾ പോലും ഈ മൃതദേഹങ്ങൾ കൃത്യമായി മറവ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു സാംക്രമിക രോഗഭീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും. അതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ കൂടി ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതിനു കൂടി വേണ്ടിയാണ് കൃത്യമായി അത് മനുഷ്യ ശരീരങ്ങളാകട്ടെ അല്ലെങ്കിൽ നിരവധി കന്നുകാലികൾ, വീടുകൾ, മൃഗങ്ങളൊക്കെ ഇവിടെ ചത്തുപോയിട്ടുണ്ട് ഈ ദുരന്തത്തിൽ. അതുകൊണ്ട് തന്നെ അവയെ കൃത്യമായി കണ്ടെത്തി സംസ്കരിക്കുക കൂടി ഈ രക്ഷാദൌത്യത്തിന്റെ വെല്ലുവിളിയാണ്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സർക്കാർ. നാട്ടുകാരും ആ രീതിയിൽ അവർക്കും കൃത്യമായ മരുന്നുകൾ ഇതിനിടയിൽ നൽകുന്നുണ്ട്, പ്രതിരോധ മരുന്നുകൾ നൽകുന്നുണ്ട്. അതും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാന ഭാഗമാണ്. കാരണം മരിച്ചവരെ കണ്ടെത്തി മറവതിന് അപ്പുറത്തേക്ക് ഇനി രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ആ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്.